മുടികൊഴിച്ചിലിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് മൂലം മുഖത്ത് അസാധാരണ രോമവളർച്ചയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. മുടികൊഴിച്ചിലിനെ തടയാൻ ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള മരുന്നുകളും പ്രത്യേകതര ഓയിലുകളും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വിപണിയിൽ ഇറങ്ങുന്ന എളുപ്പത്തിൽ തന്നെ ഫലമുണ്ടാവുകയും ചെയ്യുന്നുവെന്ന ടാഗ്ലൈനിൽ വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ പലപ്പോഴും ടോക്സിക് കണ്ടന്റുകളും അടങ്ങിയിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ സ്പെയിനിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം സ്പെയിനിൽ ജനിച്ച 11 കുഞ്ഞുങ്ങളിലാണ് അസാധാരണ രോമവളർച്ചയുള്ള വെയർവൂൾഫ് സിൻഡ്രോം എന്ന ഈ അവസ്ഥ കണ്ടെത്തിയത്. ഈ ശാരീരികാവസ്ഥയെ ഹൈപ്പർട്രൈക്കോസിസ് എന്നും വിശേഷിപ്പിക്കുന്നു. മാതാപിതാക്കളിൽ ആരെങ്കിലും മുടികൊഴിച്ചിൽ തടയാൻ വേണ്ടി കഴിച്ച മരുന്നുകൾ ഈ അസുഖത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് സ്പെയിനിൽ വൂൾഫ് സിൻഡ്രോമായി ജനിച്ച കുട്ടികളിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അമിതമായ രോമവളർച്ചയിൽ കാണപ്പെടുന്ന ഒരു ശാരീരികാവസ്ഥയാണ് വൂൾഫ് സിൻഡ്രോം. ഹൈപ്പർട്രൈക്കോസിസ് എന്ന് പറയുന്ന ഈ വിചിത്രാവസ്ഥ സ്പെയിനിലെ നവാര ഫാർമക്കോ വിജിലൻസ് സെന്ററിലെ 11 കുട്ടികളിലാണ് കണ്ടെത്തിയത്. ഈ ഉൽപ്പന്നങ്ങളിൽ മിനോക്സിഡിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനം നടത്തിയവർ പറയുന്നത്. മാതാപിതാക്കൾ കഴിച്ച മരുന്നിന്റെ അംശം ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് കടന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. മുടിവളർച്ചയ്ക്കായി വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും മിനോക്സിഡിൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ മുതുകിലും മുഖത്തും കാലുകളിലും വലിയ രോമവളർച്ചയാണ് സ്പെയിനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ കാണുന്നത്. കുട്ടികളുടെ മാതാപിതാക്കൾ കഴിച്ച ഉൽപ്പന്നങ്ങളിൽ 5% മിനോക്സിഡിൽ അടങ്ങിയിരുന്നതായും കുഞ്ഞിന്റെ പിതാവ് 5% മിനോക്സിഡിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയെന്നും കുഞ്ഞിന്റെ കുടുംബം ആരോഗ്യ വിദഗ്ധരോട് പറഞ്ഞിരുന്നു. കുഞ്ഞിന്റെ പിതാവ് ആൻഡ്രോജനിക് അലോപേഷ്യയ്ക്കുള്ള ചികിത്സയായിരുന്നു നടത്തിയിരുന്നത്. പിന്നീട് അദ്ദേഹം അതിന് മരുന്നുകൾ ഉപയോഗിക്കുന്നത് നിർത്തുകയും അതിനുശേഷം ജനിച്ച കുഞ്ഞിന് വെയർവൂൾഫ് സിൻഡ്രോത്തിന്റെ യാതൊരു ലക്ഷണമില്ലെന്നും കണ്ടെത്തി.